കൊല്ലം അഞ്ചലിന് സമീപമാണ് ടോട്ടലായിട്ട് 7 സെൻറ്റിൽ ഏകദേശം 1300 സ്ക്വയർ ഫീറ്റിനകത്ത് വരുന്ന ഈ ഒരു വീട് ഉൾപ്പെടെ വിൽപ്പനയ്ക്കുള്ളത്. നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാനുണ്ടോ? നേരിട്ട് ഉടമയായിട്ടുള്ള ഡീലാണ്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് അഞ്ചലിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ മാറി പുത്തയം ജംഗ്ഷൻ സമീപത്താണ്. പുത്തയത്ത് നിന്ന് കടക്കിൽ പോകുന്ന വഴി കുറച്ച് ദൂരം വരുമ്പം തന്നെ ഓൾ സയൻസ് ഹൈസ്കൂൾ കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് മുന്നോട്ട് വരുമ്പോൾ ലെഫ്റ്റിലേക്ക് കാണുന്ന റോഡ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയായി. പുത്തയം ജംഗ്ഷനിൽ നിന്ന് 850 മീറ്ററാണ് പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. ഈ രീതിയിൽ നമ്മുടെ ചുറ്റുവട്ടം ഫുള്ളായിട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണറുണ്ട്. നമുക്ക് 2-3 വണ്ടികൾ നമ്മളെ കോമ്പൗണ്ടിൽ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ പാർക്കിംഗ് സ്പേസ് കിട്ടും. പിന്നെ ഇതാ ഈ കാണുന്ന പോലെ ചുറ്റുവട്ടത്തെല്ലാം തന്നെ വീടുകളുള്ള ലൊക്കേഷനാണ്. നമ്മുടെ പ്രോപ്പർട്ടിക്ക് തൊട്ട് പിന്നിലായാലും ഇതാ ഈ കാണുന്ന പോലെ മുൻവശത്തായാലും വീടെല്ലാം ഉള്ള നല്ലൊരു ലൊക്കേഷനാണ്. നമുക്കിതിൻ്റെ ചുറ്റുവട്ടമൊക്കെ നല്ല ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. അപ്പോൾ അങ്ങനെയുള്ള അന്തരീക്ഷമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലൊരു വീട് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി വാങ്ങാവുന്നതാണ്. നമുക്കിതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. ശരിക്കും പറഞ്ഞാൽ ഈ വീട് 2-3 വർഷം പഴക്കമുണ്ടെങ്കിലും ഇതിനകത്ത് ആരും താമസിച്ചിട്ടില്ല കേട്ടോ. ഇന്ന് ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റനൻസ് ചെയ്ത് അങ്ങനെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കുവാണ്. ഇതാ ഈ രീതിയിലാണ് നമ്മുടെ വരാന്ത സ്പേസ് വരുന്നത്. ഇത് കയറി വരുന്നത് നമ്മുടെ ലിവിങ് കം ഡൈനിങ് സ്പേസിലേക്കാണ്. ടോട്ടലായിട്ട് 3 ബെഡ്റൂംസാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. ഒറ്റ നില വീടാണ് കേട്ടോ. ഒരു നിലയിൽ തന്നെ എല്ലാം ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. മേളിലൊരു ടവർ റൂം കെട്ടി നിർത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേളിലൊരു നിലയും കൂടെ ചെയ്തെടുക്കാനും സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ റൂം. ഈ ഭാഗത്തൊരു ബെഡ്റൂമുണ്ട്. ഇനി അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 2 ബെഡ്റൂംസ് കൂടെ നമുക്ക് ഈ ഒരു വീടിന് വരുന്നുണ്ട്. ഇവിടെ ഒരു ഡ്രസ്സിങ് സ്പേസ് ഉണ്ട്. ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കബോർഡ് എന്തെങ്കിലും ചെയ്തെടുക്കാം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ഇതേ ഇവിടെയായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം വരും. ഇതും വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂം തന്നെയാണ്. നമുക്ക് ഈ ബാത്റൂമിൻ്റെ ഡോസ് ആയാലും എല്ലാം തന്നെ വുഡിലാണ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇതാ ഈ കാണുന്ന പോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമ്മുടെ കിച്ചൺ വരുന്ന അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചണാണ്. ഫുള്ളായിട്ട് ഇതാ ഈ രീതിയിൽ അടച്ചിട്ട് നമുക്ക് ഒത്തിരിയധികം സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും. ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. എല്ലാം പുത്തൻ കണ്ടീഷനിലുണ്ട് കേട്ടോ. ഇതുവരെയ്ക്ക് ആരും ഉപയോഗിച്ചിട്ടില്ല. ആ ഒരു കണ്ടീഷനിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു വർക്ക് ഏരിയ ആണ്. ഇതിനോട് ചേർന്ന് ഇതാ ഒരു പുകയടുപ്പും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുപ്പിലൊന്നും ഇതുവരെയും തീ പോയിച്ചിട്ടില്ല. ഇതാ ഇവിടെ നിന്ന് നമ്മുടെ പിൻവശത്തെ ഈ പുറത്തേക്ക് ഇറങ്ങാവുന്ന രീതിയിൽ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും നമുക്ക് പ്രോപ്പർട്ടിക്ക് ചുറ്റുവട്ടം ഇതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്പേസ് ഉണ്ട്. ആ സൈഡിൽ കാർ പാർക്കിംഗ് ആയാലും ഇതാ ഈ സൈഡിലായാലും നല്ലതുപോലെ തന്നെ സ്പേസ് കാണാൻ സാധിക്കും. ഇതാ ഇവിടെ നോക്കിക്കഴിഞ്ഞാലുള്ള വിഷ്വൽ ഈ രീതിയിലാണ് വരുന്നത്. നമുക്ക് ആ സൈഡിലൂടെ ഒരു തോടൊക്കെ ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അത് കാണുമ്പം തന്നെ നമുക്ക് നല്ല നാച്ചുറൽ വൈബിലിരിക്കാൻ സാധിക്കും കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഒരു എന്താണ് ഈ പ്രകൃതി രമണീയമായ സ്ഥലം എന്ന് പറയത്തില്ല, അതുപോലെയാണ് ഇവിടെ നിന്നുള്ള വിഷ്വൽ വരുന്നത്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഈ കാണുന്ന പോലെ ഒരു ടവർ റൂം കണക്ക് കെട്ടി നിർത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ലാൻഡിങ് സ്പേസ് ഉണ്ട്. ഈ സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റഡി ഏരിയ ആയിട്ടൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. അവിടെ നിന്ന് നമ്മുടെ ടെറസിലേക്ക് എൻട്രി വരും. ഇനി നമുക്ക് 2-3 റൂമുകൾ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ ഇവിടെ നല്ലതുപോലെ സ്പേസ് വിട്ടിട്ടുണ്ട്. ആ രീതിയിൽ സ്ഥലം നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മുടെ ടെറസിൽ നിന്നുള്ള വ്യൂ വരുന്നത്. ഇതാണ് നമ്മുടെ അയൽവക്കം. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും. നമുക്കിതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് 7 സെൻറ്റിൽ 1300 സ്ക്വയർ ഫീറ്റിനകത്ത് വരുന്ന വീടാണ്. ഉദ്ദേശിക്കുന്ന വില 49 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് അഞ്ചലിലേക്ക് ഏകദേശം 4-4.5 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ. തൊട്ടടുത്തായിട്ട് തന്നെ ഓൾ സയൻസ് ഹൈസ്കൂളുണ്ട്. പിന്നെ കോട്ടുകൽ കൃഷി ഫാംസ് നമുക്കിവിടെ നിന്ന് അടുത്താണ് കേട്ടോ. ഇവിടുത്തെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ഫാമാണ് അത്. കോട്ടുകൽ കൃഷി ഫാം നമുക്കിവിടെ നിന്ന് അടുത്താണ്. ആ രീതിയിലൊക്കെയാണ് ആക്സസ് വരുന്നത്. നമുക്ക് ഈ ചുറ്റുവട്ടത്ത് നല്ലൊരു വീട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നേരിട്ട് പ്രോപ്പർട്ടി ഒന്ന് വിസിറ്റ് ചെയ്യുക. അതിൻ്റെ ഉടമയായിട്ട് സംസാരിച്ച് ഡീലാക്കുക.